ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വീണ്ടും കാലിറോഡിക്ക് തന്നെ പോയിട്ടോ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസിൻ ഉണ്ടയുടെ ഒരു കുട്ടി ചോറൂണാണ്. സോ എന്തായാലും നമുക്ക് നേരെ പോവാം. സോ നമ്മൾ അവിടെ എത്തിയുടെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. ഇതാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്ന സ്ഥലം. സോ നമ്മൾ നേരെ കൈ കഴുകിയിട്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ടോ വരുന്നത്. ഇവിടെ നിന്ന് നമ്മളിവിടെ നോർമലായിട്ട് കൊടുക്കുന്നത് സദ്യ പോലെയാണ്. ചോറുണ്ടാവും, സാമ്പാറുണ്ടാവും, നല്ല ടേസ്റ്റ് ആട്ടോ. പക്ഷെ അങ്ങനത്തെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നല്ല ഫുഡായിരുന്നു. നല്ല ചൂടോട് കഴിച്ചപ്പോൾ നല്ല വിശപ്പൊക്കെ മാറി, നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ സ്ഥലം. അങ്ങനെ ഇവിടുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല രസമായിട്ട് നല്ല ഭംഗിയുണ്ട് ഈ ഒരു വ്യൂ കാണാൻ തന്നെ. ഇതിവിടെ നമ്മൾ ഫുഡ് കഴിച്ച സ്ഥലം. ആൻഡ് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരട്ടെ. ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ കുറേ നേരം ഈ ശബ്ദം കേൾക്കുന്നത് വന്നു പോയി നോക്കിയപ്പോൾ അവിടെ കുറേ കുട്ടി കുട്ടി കോഴിയും വലിയ വലിയ ചാത്തൻ കോഴികളില്ലേ അതൊക്കെ ഉണ്ട്. അത് പോരാത്തതിന് അപ്പുറത്തെ സൈഡ് ഒരു 3 ആട്ടിൻകുട്ടികൾ. ഇതിൻ്റെ ശബ്ദം ഞാൻ കുറേ നേരം ഇവിടെ വരുമ്പോൾ കേൾക്കണത്. അങ്ങനെ ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്ത് അവിടെ അടിയിലൊരു കമ്പ് കിടക്കേണ്ടത്. അതിൽ 2-3 കഷ്ണമല്ലോ. എന്നാലും ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് അതിന് കൊടുത്തു. ഇതിനുള്ളിൽ കിടക്കുന്നതിന് ഭയങ്കര വിശപ്പാന്ന് തോന്നുന്നു. ഞാൻ ഇട്ടുകൊടുത്തപ്പോഴത്തേക്ക് കുറേ അത് തിന്നു. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഫൈനലി ഞാൻ ആട്ടിൻകുട്ടികളോട് എല്ലാത്തിനോടും ബബായ് പറഞ്ഞിട്ട് അങ്ങനെ പോകാൻ സമയമായതുകൊണ്ട് ഞങ്ങൾ ബബായ് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വിട്ടത് വീട്ടിലോട്ടൊന്നുമല്ല. ഞങ്ങൾ നേരെ പോയി അവിടെ കുട്ടി ഇങ്ങനെ കടകളുണ്ട്. കുറേ സാധനങ്ങൾ വെച്ചിട്ട് അങ്ങനെ ആ കടയിലേക്ക് പോയി ഓരോ സാധനങ്ങളായിട്ട് വാങ്ങാൻ. ഇവിടെ കുറേ ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ. ഈ നേർച്ചൊക്കെ പോലെയാണ് കേട്ടോ. കുറേ സാധനങ്ങളുണ്ട്. അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊട്ടൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പോയിട്ട് മോതിരം വാങ്ങിച്ചിട്ടോ. എപ്പോഴും ഞാൻ ഇങ്ങനത്തെ കടകൾ കാണുമ്പോൾ ഒരു മോതിരം അതെനിക്ക് മസ്റ്റാണ്. അങ്ങനത്തെ നല്ല മോതിരങ്ങളുണ്ട് കേട്ടോ. നല്ല സെലക്ഷൻസ് ഉണ്ട്. അങ്ങനത്തെ ഞാൻ നല്ലൊരു മോതിരം വാങ്ങിച്ചിട്ട് അങ്ങനെ കുറച്ചധികം സാധനങ്ങൾ അവിടെ കാണിക്കാനൊക്കെ കിട്ടും കേട്ടോ. ഉപകാരമുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപകാരമുള്ളതാണ്, ഉപകാരമില്ലാത്തതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപകാരമില്ലാത്തത് കൂടിയാണ്. നമുക്ക് വേണമെങ്കിൽ വാങ്ങാമെന്നുള്ളൂ. ഈ ഒരു സാധനം അങ്ങനെ കണ്ടെത്തിയതാണ് കേട്ടോ. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാങ്കിങ് ഗ്ലാസ് എന്നൊക്കെ പറയില്ലേ, വെള്ളമുള്ള പോലെ തോന്നും. പക്ഷേ അതിൽ വെള്ളം അങ്ങനെ മേത്തേക്കൊന്നും ആവില്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് ഗ്ലാസ് ആണ് കേട്ടോ. അങ്ങനെ അതിനുശേഷം ഞാൻ ഒരു ആൽപ്പലീബിൻ്റെ ഒരു ലോലിപോപ്പ് കഴിച്ചിട്ടോ. ഞാൻ ഒരു ഡെസേർട്ടായിട്ട് അങ്ങനെ കഴിച്ചതാണ് കേട്ടോ സംഭവം. അങ്ങനെ ഞാൻ പോണ വഴിക്ക് ഞാനും ദീനായിട്ട് കുറേ കഥകൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും സംസാരിച്ച് അങ്ങനെ നേരെ വിട്ടു അടുത്ത സ്ഥലത്തേക്ക്. ഈ സ്ഥലത്തേക്ക് പോകണം എന്താ ചെയ്യാം, ഇതാരും കാണാനായിട്ടല്ല. എന്നാണ് നമ്മുടെ കപ്പ് ഐസ് കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ സ്ഥലത്ത് കിട്ടെ. നല്ല രസമുണ്ട് കേട്ടോ. പോകുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു കപ്പ് ഐസ് കഴിക്കാനാട്ടോ ഞാൻ ഇങ്ങോട്ട് വന്ന്. അടിപൊളി ഒരു കുഞ്ഞി പെട്ടിക്കടക്കാരൻ നടത്തുന്ന കട കേട്ടോ. അങ്ങനെ ഞാൻ കുറേ ആയി കപ്പ് ഐസൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സൂപ്പർ സ്ഥലം കേട്ടോ. അങ്ങനെ ഈ ഒരു മാവിൻ്റെ ചുവട്ടിലായിട്ടാട്ടോ ഈ കട വരുന്നത്. അങ്ങനെ ഞാൻ കഴിച്ച് നല്ല തണുപ്പായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായി, നല്ല അമ്മയായിരുന്നു. ചൂടുകാലത്തൊക്കെ എന്തായാലും ഒന്ന് കഴിച്ചത് നന്നായി എന്ന് ഞാൻ ആലോചിച്ച സമയത്ത്. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിട്ട് ഈ ഉണ്ണിയുടെ ചോറിൻ്റെ കാര്യമായിട്ട് പറഞ്ഞപ്പോൾ ഇത്രയും വീഡിയോസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പുതിയ വീഡിയോ ആയിട്ട് വേണ്ട അത് കേൾക്കുമ്പോൾ ബൈ.